വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ എത്തിക്കഴിഞ്ഞു. ഈ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. വനിതാ ജംഗ്ഷൻ എന്താണ് എന്നതിനെ കുറിച്ച് ഈ പരിപാടിയുടെ ചെയർപേഴ്സണായി ജില്ലാ പഞ്ചായത്ത് മെമ്പറും DPC അംഗവുമായ പ്രിയദർശിനി രണ്ട് വാക്കുകൾ. ബഹുമാനായ DPCയുടെ ചെയർമാനും വനിതാ ജംഗ്ഷന്റെ ജനറൽ കമ്മിറ്റി ചെയർമാനും കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിന്റെ ആരാധ്യയായിട്ടുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പും ആരോഗ്യവും വികസന മന്ത്രി ശ്രീമതി വീണ ജോർജ്, നമ്മുടെ ബഹുമാനിയായ ജില്ലാ കളക്ടർ അനുകുമാരി IAS, നമ്മുടെ കോർപ്പറേഷൻ മേയർ ഏറെ ബഹുമാനിയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ, പ്രിയപ്പെട്ട ഗീത ചേച്ചി, DPO, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനിയായ DPC അംഗങ്ങൾ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലാ ആസൂത്രണ സമിതി നടപ്പിലാക്കുന്ന വനിതാ ജംഗ്ഷൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ 62ഓളം ലോക്കൽ ബോഡീസിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലയിൽ ഒരു വേറിട്ട അനുഭവം സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. പൊതു ഇടം സ്ത്രീകളുടേതു കൂടിയാണെന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങളുടെ ഈ പരിപാടിയിലൂടെ നടത്തുന്നത്. പൊതുവിടങ്ങളിൽ ഇതുവരെ പരിപാടികൾ അവതരിപ്പിക്കുവാൻ അവസരം ലഭ്യമാകാത്ത വനിതകൾക്ക് അതിനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് വനിതാ ജംഗ്ഷനിലൂടെ ഞങ്ങൾ നടപ്പിലാക്കുന്നത്. അടച്ചിട്ട ഹാളിലോ ഓഡിറ്റോറിയത്തിലോ മാത്രമായിരുന്നു സ്ത്രീകൾക്ക് അവരുടെ സർഗവാസനകൾ അവതരിപ്പിക്കുവാൻ അവസരം കിട്ടിയിരുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പൊതുവിടങ്ങളിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും അവരുടെ സർഗവാസനകളെ അവതരിപ്പിക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കാത്തതിലപ്പുറമാണ് ഒരു വലിയ സ്വീകരണമാണ് സമൂഹത്തിൽ ഒന്നാകെ വനിതാ ജംഗ്ഷനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടന്ന എല്ലാ വനിതാ ജംഗ്ഷൻ പരിപാടികളും അത്രയേറെ വലിയ ജനാവലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 80-85 വയസ്സ് പ്രായമുള്ള അമ്മമാർ, മുത്തശ്ശിമാർ, അവർ ഇന്നേ വരെ മൈക്ക് കൈകൊണ്ട് എടുത്തിട്ടില്ലാത്തവർ, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സർഗവാസനയെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി വളരെ ആവേശത്തോടെ ഇത്രയും അത് അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ഞങ്ങളോട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന വലിയ കാഴ്ച. ഞങ്ങൾ ഇത് സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദേശം വളരെ വലുതാണ്. അസമയങ്ങളും അസമത്വങ്ങളും ഇനി അന്യമാക്കിക്കൊണ്ട്, അത്തരത്തിൽ അസമയം എന്ന ഒരു വാക്ക് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ സമയവും നമുക്ക് കൂടി പ്രാപ്യമാണെന്ന ബോധ്യപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത്. കലയുടെയും ശാസ്ത്രത്തിന്റെയും സാമൂഹ്യ ബോധത്തിന്റെയും പന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ സന്ദേശം ഈ നാടിന്റെ നവനിർമ്മിതിക്കായി ഞങ്ങളും ഒപ്പമുണ്ടെന്ന് കേരളത്തിന്റെ എല്ലാ വനിതകളും ഉറക്കെ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് ഈ പരിപാടി ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ നവംബർ 1 2024 നവംബർ 1 വനിതാ ജംഗ്ഷൻ ആരംഭിച്ചു. ജനുവരി 30 എല്ലാ ലോക്കൽ ബോഡീസിലും ഇത് പൂർത്തിയാവുകയാണ്. അത് കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി 7 മാനവീയ വീഥിയിൽ ജില്ലാ എഡിഷൻ നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ലോഗോ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വേദിയിൽ നടത്തപ്പെടുന്നത്. എല്ലാവരെയും ഈ ഒരു മഹനീയമായ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ലോഗോ പ്രകാശനമാണ്. ലോഗോ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ധരണ്യായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ലോഗോ പ്രകാശനം.
ബഹുമാനപ്പെട്ട സംസാരിക്കും മിസ്റ്റർ അവലോകനം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയ മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഡിജിയൊക്കെ അടക്കം എല്ലാ സമാദരണീയരെ എല്ലാവരുടെയും പേര് പറഞ്ഞായിട്ട് കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യം ടീം തിരുവനന്തപുരത്തിന് അഭിനന്ദനങ്ങൾ. ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ജില്ല നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മികവ് അല്ലെങ്കിൽ അതിലെ വിജയം കണ്ടുകൊണ്ട്, വനിതാ ജംഗ്ഷന്റെ വിജയം കണ്ടുകൊണ്ട് ജില്ലാ തലത്തിൽ വനിതാ ജംഗ്ഷൻ നടത്താനായിട്ട് പോവുകയാണ്. വാസ്തവത്തിലൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീകൾ ഇപ്പോഴും 2025 നമ്മൾ പറയുകയാണ് പൊതു ഇടം നമ്മളുടേത് കൂടിയാണ് എന്നുള്ളത്. എന്തൊരു വൈരുദ്ധ്യമാണ്! ചരിത്രപരവും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇതിനെ മറികടക്കുന്നതിനും ഇതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും, സർക്കാർ എന്നുള്ള നിലയിലും അല്ലാതെ തന്നെ സമൂഹം എന്നുള്ള നിലയിലും വ്യക്തികൾ എന്നുള്ള നിലയിലും നമ്മളെല്ലാവരും തന്നെ നടത്തുന്നത്. അതിൽ വാസ്തവത്തിൽ ഒരു കാര്യം കൂടി അതിന്റെ ഭാഗമായിട്ട് കാണേണ്ടതുണ്ട്. അതായത് ഈ സമൂഹം പൊതു സാഹചര്യങ്ങളും സ്ത്രീ സൗഹൃദമായി സൃഷ്ടിക്കപ്പെട്ടവയെ രൂപാന്തരപ്പെട്ടവർ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവയല്ല, നിർമ്മിക്കപ്പെട്ടവയല്ല എന്നുള്ളത് കാണേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ലോ ഫ്ലോർ ബസ്സസ് ഒക്കെ ഉണ്ട്. ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു സാധാരണ ഒരു ബസ്സിൽ കയറണമെങ്കിൽ ഒരു 7-8 മാസം അല്ലെങ്കിൽ പോട്ടെ, അതിനു മുമ്പുള്ളവർക്കും പ്രയാസവും ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. എത്ര ആയാസകരമാണ് നമ്മളൊരു കാലെടുത്ത് വെച്ച് കയറണമെങ്കിൽ. പലപ്പോഴും അതൊരു സ്ത്രീ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശാരീരിക മാനസിക സാഹചര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അത് ചെയ്യുക. അപ്പോൾ എപ്പോഴും അദൃശ്യമായിട്ടുള്ള സ്ത്രീയെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിലെല്ലാം തന്നെ. അപ്പോ ഇങ്ങനെയുള്ള ഇടപെടലുകൾക്കൊപ്പം തന്നെ സ്ത്രീ സൗഹൃദം എന്നുള്ളത് അതിന് വലിയ അർത്ഥവ്യാപ്തി ഉള്ളതാണ്. ഇപ്പൊ ബഹുമാനിയായിട്ടുള്ള കോർപ്പറേഷൻ മേയറും ശിശു വികസന വകുപ്പും കൂടി ചേർന്നിട്ട് നമ്മുടെ തിരുവനന്തപുരവും കോഴിക്കോടും 2 നഗരങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ജെൻഡർ പാർക്കിന്റെ നേതൃത്വത്തിൽ UN വിമന്റെ കൂടി സഹകരണത്തോടുകൂടി ഒരു വിമൻ ഫ്രണ്ട്ലി കോർണർ, അതായത് തമ്പാനൂരിൽ നിന്ന് തുടങ്ങി നമ്മുടെ വിമൻസ് കോളേജൊക്കെ കഴിഞ്ഞ് കവടിയാർ ഭാഗത്തേക്ക്, അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ രാവിലെ നടക്കുന്നവർക്കെതിരെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയിൽ കൂടി അങ്ങനെ ഒരു ഇടം, സ്ത്രീ സൗഹൃദ ഇടം, അതിൽ ആഗോളതലത്തിൽ തന്നെ അതിന് ചില സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ആ രീതിയിൽ സജ്ജീകരിക്കണം എന്നുള്ളത് ആലോചിച്ചിരുന്നു. ഈ ഒരു വർഷം തീർച്ചയായിട്ടും അതിന്റെ ഒരു നല്ല നിലയിൽ കോഴിക്കോടും ഇതിനോടൊപ്പം തന്നെ ജെൻഡർ പാർക്ക് വിമൻ ഫ്രണ്ട്ലി, അതായത് വിമൻ സെൻസിറ്റീവ് സിറ്റി എന്നുള്ളതാണ്. ഈ സെൻസിറ്റീവ്നെസ്സിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പോ അത് ഈ വർഷം നമുക്കതിന് തുടക്കമിടാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് ഈ ഉള്ളിലുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എങ്ങനെ കരുതും, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ,
എന്നുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ പൊതു ഇടത്തിൽ ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങൾക്ക് സെൽഫ് എക്സ്പ്രഷന് അവസരമൊരുക്കുമ്പോൾ ആ വിലക്കുകൾ കൂടി പൊട്ടിച്ചെറിയാനുള്ള ഒരു ഇടം കൂടിയായിട്ട് അല്ലെങ്കിൽ ഇടമായിട്ട് ഇതിനെ കാണുന്നു. അതിന് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും കേരളം മുഴുവൻ വനിതാ ജംഗ്ഷൻ ഏറ്റെടുത്തിട്ട് അപ്പൊ അതിൽ നമുക്ക് ചെയ്യാമെന്ന് ആവശ്യിച്ച് അതിലെല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ സംസാരിക്കും. അതേക്കായി ഹരിയെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ മിനിസ്റ്റർ ശ്രീമതി വീണ ജോർജ്, വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ, വേദിയിലുള്ള ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS, ഈ ദേശീയടക്കം ഈ പരിപാടിയുടെ ഭാഗമാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മിനിസ്റ്ററുടെ സൂചിപ്പിച്ച പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് പല മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും ഓപ്പണായി പറയാൻ കഴിയുന്ന ഇടങ്ങളായി ഈ പരിപാടികൾ മാറട്ടെ എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. സ്ത്രീകളുടെ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വനിതാ ജംഗ്ഷൻ എന്ന പരിപാടി. അതിൽ നല്ല നിർദ്ദേശങ്ങൾ വന്നുകൊണ്ട് തന്നെ ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന തരത്തിൽ തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു. അതിൽ തീർച്ചയായും കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർമാരുടെയും, ഇവിടെ തന്നെ ഒരു കൗൺസിലർ ഇവിടെ DPC അംഗം കൂടിയാണ്, അപ്പൊ എല്ലാവരുടെയും പിന്തുണ തീർച്ചയായും ഉണ്ടാകും എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പ്രവർത്തനം. ഈ മുന്നോട്ടുള്ള പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നതിനോടൊപ്പം നമുക്ക് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കി നമ്മുടെ ഈ പരിപാടിയെ വിജയിപ്പിക്കാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. കളക്ടർ DPO നന്ദി പറഞ്ഞ് my throat is really bad. സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ഭാഗത്തുള്ള എല്ലാ ആശംസകളും നമ്മുടെ വരുന്ന പരിപാടിക്ക് ഇതുവരെ വളരെ മികച്ച രീതിയായിട്ട് നമ്മുടെ ഒരു ലോക്കൽ ബോഡി നല്ലപോലെ നമ്മുടെ വനിതാ ജംഗ്ഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇത് ഗ്രാൻഡായിട്ട് നമുക്ക് അവസാനിപ്പിക്കട്ടെ. ഇത് ബാക്കി ജില്ലകൾക്ക് ഒരു മാതൃക പോലെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കെടുക്കുന്നു. താങ്ക് യു. ചുരുക്കം വാക്കുകൾ സംസാരിക്കുന്നു. അനുപമ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ സദസ്സിലിരുന്ന് എന്നെയാണ് ഗീത ചേച്ചി വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ചേച്ചി ഇന്നലെ വിളിച്ചിങ്ങനെ പറഞ്ഞിരുന്നു നമ്മളൊരു പരിപാടി ഇന്ന് ഞങ്ങള് തൃശ്ശൂരൊരു മീറ്റിംഗിലായതുകൊണ്ട് ഇന്ന് രാവിലെയാണ് ചേച്ചിയുടെ വിശദമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ സാധിച്ചത്. വനിതാ ജംഗ്ഷൻ നേരത്തെ മിനിസ്റ്ററും മേയറും പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിലും ഇത് ഏറ്റെടുത്തുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഏത് പാതിരാത്രിക്കും ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ മീഡിയയിലുള്ളവർ രാത്രിയിലൊക്കെ അത് നടക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ എല്ലാവർക്കും പറ്റുന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറട്ടെ, അതിന് ഈ വനിതാ ജംഗ്ഷൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആസൂത്രണ സമിതി പൊതുവിടം സ്ത്രീകൾക്ക് കൂടിയുള്ളതാണെന്നൊരു സന്ദേശം പൊതുസമൂഹത്തിൽ നൽകുന്നതിന് വേണ്ടി ഒരു പരിപാടി ആവിഷ്കരിച്ചു. അതിന്റെ പേര് വനിതാ ജംഗ്ഷൻ ആയിരുന്നു. പക്ഷേ ഈ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലായത് ഇത് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശം. കാരണം ഇന്നുവരെ പൊതുവിടത്തിൽ പരിപാടി അവതരിപ്പിക്കാത്ത നിരവധി വനിതകൾ പ്രായഭേദമന്യേ നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലായത് ഈ പരിപാടിയോട് കൂടിയാണ്. തിരുവനന്തപുരത്തെ എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആവേശത്തോടെ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ സമാപനമാണ് ഈ മാസം ഫെബ്രുവരി 7-ാം തീയതി ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടി ബഹുമാന്യായ
സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഈ സംഘാടക സമിതിയുടെ ചെയർമാനും DPC ചെയർമാനുമായ അഡ്വക്കേറ്റ് ശ്രീ D സുരേഷ് കുമാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനായിട്ടുള്ള മേയർ ശ്രീമതി ആര്യരാജന് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്റെ കളക്ടർ, ഈ സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയാണ് ബഹുമാനപ്പെട്ട കളക്ടർ, DPC മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ജില്ലാ കളക്ടറെ ഈ പരിപാടിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി പ്രിയദർശിനി ഈ പരിപാടിക്ക് ഒട്ടാകെ ചുക്കാൻ പിടിച്ചുകൊണ്ടുണ്ട്, അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമതി ഗീതാ നസീർ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ എല്ലാ മാർഗദർശിയാണ് ഈ പരിപാടിയെ സംബന്ധിച്ച് മാഡത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇവിടെ പങ്കെടുത്തിരുന്ന DPC അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.